So welcome back NS Academy. So മെറ്റീരിയൽ സയൻസിൽ അതിൻ്റെ ഒരു കോർ പോർഷൻ എന്ന് പറയുന്നത് ഈ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം ആണ്. സോ ഇവിടെ മുതലുള്ള ടോപ്പിക് സാധാരണ രീതിയിൽ എക്സാമിന് ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. സോ അതിൽ ഈ അയൺ കാർബൺ അലോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡസ്ട്രിയൽ അലോയ് ആണ്. അതായത് നമ്മുടെ അയൺ ആണ് കാണിച്ചിരിക്കുന്നത്. അയണിന്റെ ഇൻഡസ്ട്രിയൽ സ്പേസിൽ നമ്മുടെ ഈ കാർബൺ വന്നു കഴിഞ്ഞാൽ എന്തായി? അയൺ കാർബൺ ആയി. ഓക്കെ, അയൺ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റീലും അതുപോലെ നമ്മുടെ കാസ്റ്റേണും കൂടി ചേർന്നാണ് അയൺ കാർബൺ എന്ന് പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ അയൺ കാർബൺ നമുക്ക് സ്റ്റീലായിട്ടും കാസ്റ്റേണായിട്ടും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. സോ ഒരു ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അതായത് അയണിന്റെ ഇൻഡസ്ട്രിയൽ സ്പേസിൽ കാർബൺ വരുന്നതാണ് ഇപ്പൊ പറയുന്ന അയൺ കാർബൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ കാർബണിന്റെ പെർസെൻറ്റേജിനനുസരിച്ചിട്ട് നമുക്ക് ഇതിന് ലോ കാർബൺ സ്റ്റീൽ എന്നും മീഡിയം കാർബൺ സ്റ്റീൽ എന്നും ഹൈ കാർബൺ സ്റ്റീൽ എന്നും തിരിക്കാൻ പറ്റും. സോ ഈ പെർസെൻറ്റേജ് വാല്യൂ ഒന്ന് കാണാതെ പഠിക്കണം. അപ് ടു 0.3% ആണെങ്കിൽ കാർബണിന്റെ പെർസെൻറ്റേജ് അപ് ടു 0.3 വരെ ആണെങ്കിൽ അത് നമ്മൾ ലോ കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കും. 0.3 മുതൽ 0.6 വരെ ആണെങ്കിൽ മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കും. 0.6 മുതൽ 2% വരെ ആണെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കും. ലോ കാർബൺ സ്റ്റീലിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് മൈൽഡ് സ്റ്റീൽ കേട്ടോ. ലോ കാർബൺ സ്റ്റീലിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? മൈൽഡ് സ്റ്റീൽ. ഓക്കെ, മൈൽഡ് സ്റ്റീൽ. സോ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ കാർബണിന്റെ പെർസെൻറ്റേജ് 2 മുതൽ 4% വരെയാണെങ്കിൽ, കാർബണിന്റെ പെർസെൻറ്റേജ് 2 മുതൽ 4 വരെയാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? കാസ്റ്റേൺ എന്ന് വിളിക്കും. കാസ്റ്റേൺ കേട്ടോ, കാസ്റ്റേൺ. വാല്യൂസ് കാണാടിച്ചോളണം. 0.3 വരെയാണെങ്കിൽ ലോ കാർബൺ, 0.3 മുതൽ 0.6 വരെയാണെങ്കിൽ മീഡിയം കാർബൺ, 0.6 മുതൽ 2% വരെയാണെങ്കിൽ ഹൈ കാർബൺ, 2 മുതൽ 4% വരെ കാർബൺ ആണെങ്കിൽ അതെന്താണ്? കാസ്റ്റൈൻ ആണ്. കാസ്റ്റൈൻ കേട്ടോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ഈ അയൺ അലോട്രോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, അയൺ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ ആണ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1539 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ വാല്യൂ ഓർത്ത് വെച്ചോളുക. നമ്മുടെ പ്യുവർ അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1539 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അലോട്രോപ്പിക് ആണ്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ക്യൂറി ടെമ്പറേച്ചർ. ക്യൂറി ടെമ്പറേച്ചറിന്റെ വാല്യൂ എത്രയാണ്? 768 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ് ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ഈ അയണിന്റെ നമ്മൾ സാധാരണ നമ്മുടെ അറ്റ്മോസ്ഫിയർ റൂം ടെമ്പറേച്ചറിലുള്ള വെറുതെ ഒരു ഇരുമ്പിന്റെ പീസ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? അത് മാഗ്നറ്റിക് ആണ്, അല്ലെ? സോ ഈ അയൺ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലൊക്കെ എന്താണ്? അത് മാഗ്നറ്റിക് ആണ്. പക്ഷെ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒരു ഇതിനാണ് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. ആ ടെമ്പറേച്ചറാണ് ഈ ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ക്യൂറി ടെമ്പറേച്ചർ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 768 ഡിഗ്രി സെൽഷ്യസ് വലിയ ഇമ്പോർട്ടന്റ് ആണ്. 768 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. ആ ടെമ്പറേച്ചറിന് വിളിക്കുന്ന പേരാണ് ക്യൂറി ടെമ്പറേച്ചർ. അതുപോലെ നമ്മൾ തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ 768 എത്തുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താവും? ഗെയിൻ ആവും. തണുപ്പിക്കുകയാണെങ്കിൽ ഗെയിൻ ആവും, ചൂടാക്കുകയാണെങ്കിൽ എന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകും. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. ക്യൂറി ടെമ്പറേച്ചർ എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ വാല്യൂ പഠിക്കണം. 768 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ ക്യൂറി ടെമ്പറേച്ചർ. സോ കൂളിംഗ് കർവ് ഓഫ് പ്യുവർ അയൺ. പ്യുവർ അയണിന്റെ കൂളിംഗ് കർവാണ് കാണിക്കുന്നത്. നമ്മൾ ഒരു 111 സ്ലൈഡ് ഉണ്ട് നമുക്ക് ഈ സെഷനിലൂടെ നമുക്ക് കംപ്ലീറ്റ് മെറ്റീരിയൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യണം. എന്നുകൊണ്ട് ഞാൻ എല്ലാം പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. സോ കൂളിംഗ് കർവ് ഓഫ് പ്യുവർ അയൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്യുവർ ആയിട്ടുള്ള ഈ അയൺ, പച്ചിലുമ്പ് എന്ന് പറയും പ്യുവർ അയൺ, അതിന്റെ കൂളിംഗ് കർവ് എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു അത് 1539 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ടാണ് എന്താവുന്നത്? അത് മെൽറ്റ് ആവുന്നത്, അല്ലെ? അതിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 1539 അത് മെൽറ്റ് ആവും. അത് കൂളാക്കുമെന്ന് വിചാരിക്കുക. അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ കൂളാക്കുവാണ്. സോ 1539 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് എന്ത് സംഭവിക്കും? അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്താ? അത് സോൾഡ് സ്റ്റേറ്റിലേക്ക് മാറും. സോ ഫേസ് ചേഞ്ച് നടക്കുന്നതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് അവിടെ ടെമ്പറേച്ചർ എന്താവൂല? ഡ്രോപ്പ് ഔട്ട് ആവൂല. ടെമ്പറേച്ചർ കുറയത്തില്ല. കാരണം എന്താണ്? ആ സമയത്തൊക്കെ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ഹീറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫേസ് ചേഞ്ചിന് വേണ്ടിയാണ് ഉപയോഗിക്കുക, അല്ലെ? സോ അവിടെ കുറച്ച് നേരത്തേക്ക് ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനുശേഷം പിന്നെന്ത് ചെയ്യും? വീണ്ടും ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. സോ ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ 1539 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറി? സോൾഡ് ആയിട്ട് മാറി. ഇനി അത് പിന്നെ കൂൾ ചെയ്യാന്ന് വിചാരിക്കുക. കൂൾ ചെയ്ത്
ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1400 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ സ്ട്രക്ചർ മാറും. സോ ഈ 1539 ഡിഗ്രി സെൽഷ്യസിനും 1400 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ഈ അയണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? BCC സ്ട്രക്ചർ ആയിരിക്കും, ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ആയിരിക്കും. ഈ 1539നും 1400ന്റെ ഇടയിൽ ഉള്ള ആ സോളിഡിഫൈ ആയിട്ടുള്ള അയണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് BCC സ്ട്രക്ചർ ആയിരിക്കും. സോ ആ അയൺ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ അയൺ. ഡെൽറ്റ അയൺ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും? ഡെൽറ്റ അയൺ എന്ന് വിളിക്കും. ഡെൽറ്റ അയണിന്റെ സ്ട്രക്ചർ കാണാതെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അത് ബോഡി സെന്റേർഡ് ക്യൂബിക് ആണ്. ദെൻ നമ്മൾ 1400 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് വീണ്ടും താഴത്തേക്ക് തണുപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ മാറും. 1400 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ഒരു ഫേസ് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിൽ നിന്ന് സോളിഡ് ആയിട്ട് മാറുന്ന ഫേസ് ചേഞ്ച് അല്ല, ബോഡി സെന്റേർഡ് ക്യൂബിക് ആയിട്ടുള്ള അയൺ അതിന്റെ സ്ട്രക്ചർ ഒന്ന് മാറിയിട്ട് ഫേസ് സെന്റേർഡ് ക്യൂബിക് ആയിട്ട് മാറാൻ വേണ്ടിയുള്ള ഫേസ് ചേഞ്ച്. സോ അങ്ങനെ ഒരു ഫേസ് ചേഞ്ച് സംഭവിക്കുന്നതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യില്ല, ഡ്രോപ്പ് ഔട്ട് ആവില്ല. നമ്മൾ കൂൾ ചെയ്താലും ടെമ്പറേച്ചർ ഡ്രോപ്പ് ഔട്ട് ആവില്ല. സോ ആഫ്റ്റർ 1400 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സ്ട്രക്ചർ മാറും, എന്താവും? അത് FCC ആയിട്ട് മാറും അല്ലെ. സോ ഈ FCC സ്ട്രക്ചർ ഉള്ള അയൺ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാമ അയൺ. ഗാമ അയൺ. ഓക്കെ, ഗാമ അയൺ. സോ ഈ പറയുന്ന ഡെൽറ്റ അയൺ, ഗാമ അയൺ ഇതൊക്കെ എന്താണ്? നോൺ മാഗ്നറ്റിക് ആണ്. നോൺ മാഗ്നറ്റിക്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടെമ്പറേച്ചർ 910 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് വീണ്ടും ഈ അയണിന്റെ സ്ട്രക്ചർ മാറും അല്ലെ, അതിന്റെ മൈക്രോ സ്ട്രക്ചർ മാറും. ഈ FCC സ്ട്രക്ചർ ഉള്ളത് എന്തായിട്ട് മാറും? BCC ആയിട്ട് മാറും. BCC. ഓക്കെ. ഇപ്പൊ BCC ആയിരുന്നു ഇനീഷ്യലി, പിന്നെ FCC ആയി, പിന്നെയും അതിന്റെ സ്ട്രക്ചർ BCC ആയിട്ട് മാറി. സോ ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ്, ഓക്കെ, ഈ മൈക്രോ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ആൽഫ അയൺ. ആൽഫ അയൺ. സോ ഓരോ അയണിന്റെ പേരും അതിന്റെ സ്ട്രക്ചറും എന്താണെന്ന് പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇങ്ങനെ തന്നെ MCQ ആയിട്ട് ചോദിക്കും. ഓക്കെ, ആൽഫ അയൺ. സോ ഈ ആൽഫ അയണിന്റെ പ്രത്യേകത എന്താണ്? ഇതും എന്താണ്? നോൺ മാഗ്നറ്റിക് ആണ്, മാഗ്നറ്റിക് അല്ല. ഇനി നമ്മുടെ ക്യൂറി ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ 768 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കും, വീണ്ടും ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഇവിടെ ചേഞ്ച് സംഭവിക്കുന്നത് അതിന്റെ സ്ട്രക്ചറിനല്ല, എന്താണ്? സ്ട്രക്ചറിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള അയൺ എന്തായിട്ട് മാറും? മാഗ്നറ്റിക് ആയിട്ട് മാറും. മാഗ്നറ്റിക് ആയിട്ട് മാറും. സോ ആ അയൺ നമ്മൾ ആൽഫ അയൺ തന്നെയാണ് വിളിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ BCC തന്നെയാണ്. വ്യത്യാസം എന്താണ്? ഇവിടെ എന്താണ്? നോൺ മാഗ്നറ്റിക് ആണ്, ഇവിടെ എന്താണ്? മാഗ്നറ്റിക് ആണ്. സോ ഇതാണ് കൂളിംഗ് കർവ് ഓഫ് പ്യുവർ അയൺ എന്ന് പറയുന്നത്. കൂളിംഗ് കർവ് ഓഫ് പ്യുവർ അയൺ ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ടും പഠിക്കണം. ഈ ടെമ്പറേച്ചർ എല്ലാം കാണാതെ പഠിക്കണം. ഓക്കെ, 1500 ആൻഡ് 39 ഡിഗ്രി സെൽഷ്യസ് ഇതാണ് അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ്. ഏത് അയണിന്റെയാണ്? പ്യുവർ അയണിന്റെ കേട്ടോ. മെൽറ്റിംഗ് പോയിന്റ് 1400 ഡിഗ്രി സെൽഷ്യസിലാണ് അതിന്റെ ഡെൽറ്റ സ്ട്രക്ചർ മാറിയിട്ട് ഗാമ സ്ട്രക്ചർ ആയിട്ട് മാറുന്നത്. ദെൻ 910 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ആൽഫ സ്ട്രക്ചർ ആയിട്ട് മാറും. 768 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. ഓക്കെ, വെരി 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 ഇമ്പോർട്ടന്റ്. നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് മൈക്രോ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് സ്റ്റീൽ. ഈ സ്റ്റീൽ ഉണ്ടല്ലോ, സ്റ്റീൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ അയണിന്റെയും കാർബണിന്റെയും മിക്സ്ചറിനെയാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് കാർബൺ പെർസെന്റേജ് ലെസ് ദാൻ 2% ആയിരിക്കണം. കാർബൺ പെർസെന്റേജ് ലെസ് ദാൻ 2% ആണെങ്കിൽ അത് നമ്മൾ സ്റ്റീൽ എന്ന് വിളിക്കും. സോ ഈ സ്റ്റീൽ എന്ന് പറയുന്ന സാധനം അതിന് പല പല സ്ട്രക്ചർ ഉണ്ട്, പല പല സ്ട്രക്ചർ. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ സ്റ്റീൽ ഈസ് ഹീറ്റഡ് എബവ് ഓസ്റ്റനൈറ്റിക് ടെമ്പറേച്ചർ. ഓസ്റ്റനൈറ്റിക് ടെമ്പറേച്ചർ എന്താന്ന് പറയാം? അതായത് ഈ 910 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടല്ലോ, നമ്മൾ ഹീറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഹീറ്റ് ചെയ്യുമ്പോൾ ഈ കർവ് എന്താവും? മുകളിലേക്ക് പോകും. കൂൾ ചെയ്യുമ്പോൾ താഴത്തേക്ക് വരും, ഹീറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്ക് പോകും. ഈ 910 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ എന്താകും? നമ്മുടെ അയണിന്റെ സ്ട്രക്ചർ എന്തായിട്ട് മാറും? FCC സ്ട്രക്ചർ ആയിട്ട് മാറും. അത് നമ്മൾ ഗാമ അയൺ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ പേര് വിളിക്കും ഓസ്റ്റനൈറ്റ്. ഓസ്റ്റനൈറ്റ്, ഗാമ എന്ന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓസ്റ്റനൈറ്റ് കേട്ടോ, ഓസ്റ്റനൈറ്റ്. സോ ഈ ടെമ്പറേച്ചർ 910 ഡിഗ്രി സെൽഷ്യസിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഓസ്റ്റനൈറ്റിക് ടെമ്പറേച്ചർ. സോ നമ്മൾ ഈ പറയുന്ന അയണിനെ ഓസ്റ്റനൈറ്റിക് ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് ഹീറ്റ് ചെയ്യാണ്. അതിനുശേഷം അലൗഡ് ടു കൂൾ അണ്ടർ ഡിഫറെന്റ് കണ്ടീഷൻസ്, അത് പല പല കണ്ടീഷൻസ്, പല പല കൂളിംഗ് റേറ്റിൽ നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓസ്റ്റനൈറ്റ് എന്ന് സംഭവിക്കും. ഓസ്റ്റനൈറ്റ് ട്രാൻസ്ഫോം ഇൻ ടു വെറൈറ്റി ഓഫ് മൈക്രോ കോൺസ്റ്റിറ്റ്യുവൻസ്. ഈ ഓസ്റ്റനൈറ്റ് എന്താണ്? പല പല സ്ട്രക്ചറിലേക്ക് മാറും. ഡെൽറ്റ അയൺ അല്ലെങ്കിൽ FCC സ്ട്രക്ചർ ഉള്ള അയൺ
അത് പല പല സ്ട്രക്ചർ ആയിട്ട് മാറും. ഓക്കെ, ആ സ്ട്രക്ചറിന്റെ പേരെ കൊടുത്തിരിക്കുന്നത്. ഒന്നല്ലേ ഓസ്റ്റനൈറ്റ് 910 ഡിഗ്രി സെൽഷ്യസിലുള്ളതാണ്. കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കൂളിംഗ് റേറ്റ് ആണെങ്കിൽ അത് ഓസ്റ്റനൈറ്റ് ആയിട്ട് മാറും. എന്ത് ഓസ്റ്റനൈറ്റ്? അൺസ്റ്റേബിൾ ഓസ്റ്റനൈറ്റ് ആയിട്ട് മാറും. ദെൻ ഫെറൈറ്റ് ആയിട്ട് മാറാം, സിമെന്റൈറ്റ് ആയിട്ട് മാറാം, ലെഡൂബറൈറ്റ്, പേർലൈറ്റ്, ബേനൈറ്റ്, മാർട്ടൻസൈറ്റ്, ട്രൂസൈറ്റ്, സോർബൈറ്റ്. ഇതൊക്കെ എന്താണ്? ഈ അയൺ കാർബണിന്റെ ഓരോ മൈക്രോ സ്ട്രക്ചറൽ ഫോംസ് ആണ്. അതായത് പല പല മൈക്രോ സ്ട്രക്ചറുകളാണ്. അയണും കാർബണും തന്നെയാണ്, പക്ഷേ ആറ്റങ്ങളുടെ ഓറിയന്റേഷൻ പല രീതിയിലായതുകൊണ്ട് പലതരം സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിന്റെ പേരൊക്കെയാണത് ഓസ്റ്റനൈറ്റ്, ഫെറൈറ്റ്, സിമെന്റൈറ്റ്, ലെഡൂബറൈറ്റ്, പേർലൈറ്റ്, ബേനൈറ്റ്, മാർട്ടൻസൈറ്റ്, ട്രൂസൈറ്റ്, സോർബൈറ്റ്. ഓക്കെ, ഇനി ഇവിടുന്ന് 1-2 ക്വസ്റ്റ്യൻസ് പറയാണ് ഞാൻ. അപ്പൊ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. ദി ഹാർഡസ്റ്റ് മൈക്രോ സ്ട്രക്ചർ മൈക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡസ്റ്റ് മൈക്രോ സ്ട്രക്ചർ ഇൻ അയൺ കാർബൺ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത്? അത് മാർട്ടൻസൈറ്റ് ആണ്. ഹാർഡസ്റ്റ് മൈക്രോ സ്ട്രക്ചർ മാർട്ടൻസൈറ്റ് ആണ്. ഏറ്റവും ഹാർഡ്നെസ് ഉള്ള മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത് മാർട്ടൻസൈറ്റ് ആണ്. ഈ മാർട്ടൻസൈറ്റ് നമുക്ക് എവിടെ കാണാൻ പറ്റത്തില്ല? അയൺ കാർബൺ ഡയഗ്രത്തിൽ കാണാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അയൺ കാർബൺ ഡയഗ്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്വിലിബ്രിയം ഡയഗ്രമാണ്. എന്താണ് ഇക്വിലിബ്രിയം ഡയഗ്രം എന്ന് പറയുന്നത്? ഈ ടെമ്പറേച്ചർ അയൺ കാർബൺ ഡയഗ്രത്തിൽ നമ്മൾ എന്താണ്, ഓരോ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഇപ്പൊ സപ്പോസ് നമ്മളൊരു 1540 ഡിഗ്രി സെൽഷ്യസ്, അതായത് ഓസ്റ്റനൈറ്റ് ഫോം ചെയ്യുന്ന ടെമ്പറേച്ചറിന്റെ മുകളിലേക്ക് ഒരു സാധനത്തിന് ഹീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൂൾ ചെയ്യുമ്പോൾ 1539 ഡിഗ്രി സെൽഷ്യസ് വരെ കൂൾ ചെയ്തു, ഒരു ടെമ്പറേച്ചർ കൂൾ ചെയ്തു. ആവശ്യത്തിന് സമയം അവിടെ കൊടുത്തതിന് ശേഷം മാത്രമേ പിന്നെ കൂൾ ചെയ്യുള്ളൂ. അതായത് ഈ കൂൾ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മൈക്രോ സ്ട്രക്ചറിന് കംപ്ലീറ്റ് ആയിട്ട് ആ മൈക്രോ സ്ട്രക്ചർ ചേഞ്ച് കംപ്ലീറ്റ് ആകുന്നവരെ സമയം കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ പിന്നെ ടെമ്പറേച്ചർ കുറയ്ക്കുള്ളൂ. സോ 1538 ആക്കും. അപ്പൊ അവിടെ ഒരു മൈക്രോ സ്ട്രക്ചർ ചേഞ്ച് ഉണ്ടാവും. അത് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുള്ളൂ? ടെമ്പറേച്ചർ കുറയ്ക്കുള്ളൂ. സോ ഇതിനാണ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നവരെ സമയം കൊടുക്കും. ഇക്വിലിബ്രിയത്തിൽ എത്തിയ ശേഷമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പിന്നെ അവിടെ ടെമ്പറേച്ചർ കുറയ്ക്കുള്ളൂ. സോ അയൺ കാർബൺ ഡയഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം ഡയഗ്രാം ആണ്. ഓരോ ടെമ്പറേച്ചറിലും ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ മാത്രമേ നമുക്ക് ഈ അയൺ കാർബൺ ഡയഗ്രത്തിൽ കാണാൻ പറ്റുള്ളൂ. ഈ മാർട്ടൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ അല്ല. ഇതെന്താണ്? ഇതൊരു വലിയ കൂളിംഗ് റേറ്റ്, അതായത് കൂളിംഗ് റേറ്റ് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിനേക്കാൾ കൂടുതലാകുമ്പോൾ, അതായത് നമ്മൾ ഈ ഓസ്റ്റനൈറ്റിക് ടെമ്പറേച്ചർ എത്രയാണ്? 910 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അവിടെ 1530 എന്നല്ല പറഞ്ഞു. ഇതെന്താണ്? മെൽറ്റിംഗ് പോയിന്റ് ആണ്. സോ 910 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഓസ്റ്റനൈറ്റിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഓസ്റ്റനൈറ്റിക് ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്തിട്ട് അത് നമ്മളൊരു നല്ല കൂളിംഗ് റേറ്റിൽ കൂൾ ചെയ്യാണ്. റൂം ടെമ്പറേച്ചറിലേക്ക് നല്ല കൂളിംഗ് റേറ്റ് പെട്ടെന്ന് അങ്ങോട്ട് ക്വഞ്ചിങ് എന്ന് പറയും. വെരി ഹൈ കൂളിംഗ് റേറ്റ് നമ്മൾ ക്വഞ്ചിങ് എന്ന് പറയും. ക്വഞ്ച് ചെയ്യുകയാണെങ്കിലാണ് എന്ത് കിട്ടുക? ഈ മാർട്ടൻസൈറ്റ് കിട്ടുക. സോ മാർട്ടൻസൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമുക്ക് എവിടെ കാണാൻ പറ്റത്തില്ല? അയൺ കാർബൺ ഡയഗ്രത്തിൽ കാണാൻ പറ്റത്തില്ല. ചോദിക്കാം. ഓക്കെ, ഇതൊരു നോൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഏത് ഡയഗ്രത്തിലാണ് കാണുന്നത്? TTT ഡയഗ്രത്തിലാണ് കാണുന്നത്. ടെമ്പറേച്ചർ ടൈം ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം അവിടെയാണ് കാണാൻ പറ്റുള്ളൂ. അതിനെ പറ്റി നമ്മൾ പറയേണ്ടത്. സോ ഹാർഡസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മാർട്ടൻസൈറ്റ് ആണ്. ഇനി ഹാർഡസ്റ്റ് സ്ട്രക്ചർ ഇൻ അയൺ കാർബൺ ഡയഗ്രാം നമ്മുടെ അയൺ കാർബൺ ഡയഗ്രത്തിൽ ഹാർഡസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? സിമെന്റൈറ്റ് ആണ്. അയൺ കാർബൺ ഡയഗ്രാം ഒരു ഇക്വിലിബ്രിയം ഡയഗ്രാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഹാർഡസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമെന്റൈറ്റ് ആണ്. സിമെന്റൈറ്റ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? Fe3C എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നോളാം. സിമെന്റൈറ്റിൽ എത്ര പെർസെന്റേജ് കാർബൺ ഉണ്ടാവും? 6.67% കാർബൺ ഉണ്ടാകും. 6.67% കാർബൺ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബാലൻസ് ഉള്ളതിനെ പറ്റി നമുക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളെ പറ്റി മാത്രം നമുക്ക് പഠിക്കാം. ഓസ്റ്റനൈറ്റ് എന്താന്ന് പഠിക്കാം. ഓസ്റ്റനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയൽ സോഡ് സൊല്യൂഷൻ ഓഫ് കാർബൺ ആൻഡ് അതർ അലോയിങ് എലമെന്റ്സ് ഇൻ ഗാമ അയൺ. ഓക്കെ, ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. മാക്സിമം സോലിബിലിറ്റി ഓഫ് കാർബൺ ഈസ് 2.14% അറ്റ് 1147 ഡിഗ്രി സെൽഷ്യസ്. ഈ വാല്യൂസ് പഠിക്കണം കേട്ടോ. ഇത് നമുക്ക് അയൺ കാർബൺ ഡയഗ്രത്തിൽ കിട്ടുന്നതാണ്. എന്താന്ന് ഞാൻ പറയാം. അപ്പൊ ഈ മാക്സിമം സോലിബിലിറ്റി ഈ ഓസ്റ്റനൈറ്റിക് സ്ട്രക്ചറിൽ
ഓസ്റ്റനൈറ്റിക് സ്ട്രക്ചറിലുള്ള മാക്സിമം സോലുബിലിറ്റി എന്ന് പറയുന്നത് 2.14% ആണ്. അതായത് കാർബണിന്റെ എമൗണ്ട് 2.14% താഴെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഓസ്റ്റനൈറ്റിക് സ്ട്രക്ചർ കാണാൻ പറ്റുള്ളൂ. കാർബണിന്റെ എമൗണ്ടിന്റെ മുകളിലാണെങ്കിൽ ഒരിക്കലും ഓസ്റ്റനൈറ്റിക് സ്ട്രക്ചർ, ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഒരിക്കലും ഫോം ചെയ്യില്ല. സോ മാക്സിമം സോലുബിലിറ്റി ഓഫ് കാർബൺ എന്ന് പറയുന്നത് 2.14% ആണ്. ഈ മാക്സിമം സോലുബിലിറ്റി കിട്ടുന്നത് 1147 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, ഇതൊക്കെ അയൺ കാർബൺ ഡയഗ്രത്തിൽ നിന്ന് വരുന്ന വാല്യൂസ് ആണ്. നമ്മൾ അപ്പോൾ പറയാം. നമ്മൾ ജസ്റ്റ് 2 സ്ലൈഡ് കഴിയുമ്പോൾ അയൺ കാർബൺ ഡയഗ്രത്തിലേക്ക് പോകും. സോ ഈ വാല്യൂ കാണാൻ പഠിക്കണം. മാക്സിമം സോലുബിലിറ്റി ഓഫ് ഓസ്റ്റനൈറ്റ് ഈസ് 2.14% ആൻഡ് വിച്ച് ഒക്കർ അറ്റ് 1147 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇതെന്താ, റൂം ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ അല്ലാത്തൊരു സാധനമാണ് ഈ ഓസ്റ്റനൈറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന 910 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കാണ് ഈ ഓസ്റ്റനൈറ്റിക് സ്ട്രക്ചർ സ്റ്റേബിൾ ആവുള്ളൂ. റൂം ടെമ്പറേച്ചറിൽ ഈ ഓസ്റ്റനൈറ്റിക് സ്ട്രക്ചർ സ്റ്റേബിൾ അല്ല, അത് എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും സ്ട്രക്ചർ ആയിട്ട് കൺവേർട്ട് ആകും. ഓക്കെ, ഇനി ഓസ്റ്റനൈറ്റ് നമുക്ക് ഈ റൂം ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആക്കി നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിക്കൽ ആഡ് ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ. റൂം ടെമ്പറേച്ചറിൽ ഓസ്റ്റനൈറ്റ് സ്റ്റേബിൾ ആക്കി നിർത്താൻ നമ്മൾ ആഡ് ചെയ്യുന്ന അലോയിങ് എലമെന്റ് ആണ് എന്ത്, നിക്കൽ. ഓക്കെ, നിക്കൽ. സോ ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്നത് നോൺ മാഗ്നറ്റിക് ആണ്, സോഫ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ മാക്സിമം സോലുബിലിറ്റി, ഓസ്റ്റനൈറ്റിക് സ്ട്രക്ചറിലുള്ള കാർബണിന്റെ മാക്സിമം സോലുബിലിറ്റി എന്ന് പറയുന്നത് 2.14% ആണ്. അത് ഒക്കർ ചെയ്യുന്നത്, ഈ മാക്സിമം സോലുബിലിറ്റി ഒക്കർ ചെയ്യുന്നത് 1147 ഡിഗ്രി സെൽഷ്യസ് ആണ്. റൂം ടെമ്പറേച്ചറിൽ ഈ ഓസ്റ്റനൈറ്റിക് സ്ട്രക്ചർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അയൺ കാർബണിലേക്ക് എന്ത് ആഡ് ചെയ്യണം, നിക്കൽ ആഡ് ചെയ്യണം എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി അടുത്താണ് ഫെറൈറ്റിക് സ്ട്രക്ചർ. നമ്മൾ ഈ പറയുന്ന ആൽഫ അയൺ ഉണ്ടല്ലോ, ആൽഫ അയൺ, ഈ കൂളിംഗ് കർവ് ഓഫ് പ്യുവർ അയണിൽ ആൽഫ അയൺ പറഞ്ഞല്ലോ. ഈ ആൽഫ അയൺ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, ഫെറൈറ്റ്. ഫെറൈറ്റ്. ഓക്കെ, ഫെറൈറ്റ്. അപ്പൊ ഫെറൈറ്റിന് എന്ത് സ്ട്രക്ചർ ആണ്, ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ആണ്. ആൽഫ അയണിന്റെ സ്ട്രക്ചർ ബോഡി സെന്റേർഡ് ക്യൂബിക് ആണ് അല്ലെ. ഇനി ഇവിടെ കാർബണിന്റെ മാക്സിമം സോലുബിലിറ്റി, ഫെറൈറ്റിക് സ്ട്രക്ചറിൽ കാർബണിന്റെ മാക്സിമം സോലുബിലിറ്റി എന്ന് പറയുന്നത് 0.025% ആണ്. ഇനി ഇതൊക്കെ അറിയുന്നത് 727 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓർത്തിരുന്നുള്ള ഈ ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, മാക്സിമം സോലുബിലിറ്റി ഓഫ് കാർബൺ ഇൻ ഫെറൈറ്റിക് സ്ട്രക്ചർ ഈസ് 0.025% ആൻഡ് ദാറ്റ് സോലുബിലിറ്റി ഒക്കറിങ് 727 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതായത് കാർബണിന്റെ പെർസെന്റേജ് ഈ പറയുന്ന 0.025% മുകളിലായി കഴിഞ്ഞാൽ എന്താണ്, ഫെറൈറ്റിക് സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ആ സ്ട്രക്ചർ വേറെ ഏതെങ്കിലും സ്ട്രക്ചർ ആയിരിക്കും. ഫെറൈറ്റിക് സ്ട്രക്ചർ കിട്ടണമെങ്കിൽ നമുക്ക് ഈ കാർബണിന്റെ എമൗണ്ട് മാക്സിമം 0.025% ആവാൻ പാടുള്ളൂ. ഓക്കെ, ഇനി റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഫെറൈറ്റിക് സ്ട്രക്ചറിൽ 0.008% കാർബൺ മാത്രമേ എന്താവുള്ളൂ, ഡിസോൾവ് ആവുള്ളൂ. ഓക്കെ, അതായത് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ഫെറൈറ്റിക് സ്ട്രക്ചർ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഫെറൈറ്റിക് സ്ട്രക്ചർ ആണുള്ളത്. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ അതിൽ എത്ര പെർസെന്റേജ് കാർബൺ ഉണ്ടാവും, 0.008% കാർബൺ ഉണ്ടാകും. വാല്യൂ കാണാൻ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഫെറൈറ്റ് ആണ് എന്ത്, സോഫ്റ്റസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, സോഫ്റ്റസ്റ്റ് സ്ട്രക്ചർ ഇൻ ദി അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം കേട്ടോ. ഫെറൈറ്റ് ആണ് സോഫ്റ്റസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫെറൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനമാണ് എന്ത്, നമ്മുടെ സിമന്റേറ്റ്. സിമന്റേറ്റ് ആണ് എന്ത്, അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി നമ്മുടെ സിമന്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മറ്റൊരു പേരാണ് അയൺ കാർബൈഡ്. Fe3C എന്ന് പറയുന്ന അതിന്റെ കെമിക്കൽ ഫോർമുല കാണാൻ പഠിച്ചോളണം. ഇതിൽ 6.61% ഓഫ് കാർബൺ ആണുള്ളത്. ഇത് ഹാർഡാണ്, വെരി ബ്രിട്ടിലാണ്, എക്സ്ട്രീംലി ഹാർഡാണ് ആൻഡ് എക്സ്ട്രീംലി ബ്രിട്ടിലാണ്. അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ലോ ആണ്, ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഇത് ജസ്റ്റ് വായിച്ചാൽ മതി. ഹാർഡസ്റ്റ് സ്ട്രക്ചർ ഇൻ ദി അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം. ഓക്കെ, അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിലെ ഹാർഡസ്റ്റ് സ്ട്രക്ചർ ആണ്. എന്നാൽ അയൺ കാർബൺ ഫാമിലിയിലെ ഹാർഡസ്റ്റ് സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം, അത് മാർട്ടൻസൈറ്റ് ആണ്. അയൺ കാർബൺ ഡയഗ്രത്തിൽ ആണെങ്കിൽ നമ്മുടെ സിമന്റേറ്റ് ആണ്. അയൺ കാർബൺ ഫാമിലിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മൈക്രോ സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർട്ടൻസൈറ്റ് എന്ന ആൻസർ പറയണം. മാർട്ടൻസൈറ്റ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ലെഡൂബറേറ്റ് എന്ന് പറയുന്നത് യൂടെക്റ്റിക് മിക്സ്ചർ. ഞാൻ അത് നമ്മുടെ അയൺ കാർബൺ ഡയഗ്രം പറയുമ്പോൾ മനസ്സിലാവും എന്താണ് യൂടെക്റ്റിക് മിക്സ്ചർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക.
ഇറ്റ് ഈസ് ദി യൂടെക്റ്റിക് മിക്സ്ചർ ഓഫ് ഓസ്റ്റനൈറ്റ് ആൻഡ് സിമന്റേറ്റ്. ഓസ്റ്റനൈറ്റിന്റെയും ഓസ്റ്റനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, എന്താണ് നമ്മുടെ ഗാമ അയൺ ആണ്, ഗാമ അയൺ എന്ന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓസ്റ്റനൈറ്റ്. ഓസ്റ്റനൈറ്റിന്റെയും സിമന്റേറ്റ് Fe3C 6.67% കാർബണുള്ള ആ മൈക്രോ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സിമന്റേറ്റ്. ഇതിന്റെ രണ്ടിന്റെ മിക്സ്ചർ ആണ്. എന്ത് മിക്സ്ചർ? യൂടെക്റ്റിക് മിക്സ്ചർ. എന്താ മീൻ ചെയ്യുന്നത് നമ്മൾ അയൺ കാർബൺ ഡയഗ്രാം എന്താന്ന് പറയുമ്പോൾ പറയും. ഇനി ഇതിൽ എത്ര പെർസെന്റേജ് കാർബൺ ഉണ്ട്? 4.3% കാർബൺ ഉണ്ട്. രണ്ട് വാല്യൂസ് ജസ്റ്റ് കാണിക്കാം. ഇനി പെയർലൈറ്റ് എന്താന്ന് പറയാം. പെയർലൈറ്റ് എന്ന് പറയുന്നത് മറ്റൊരു സ്ട്രക്ചർ ആണ്. ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഫെറൈറ്റിക് സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിന്റെയും സിമന്റേറ്റിക് സ്ട്രക്ചറിന്റെയും മിക്സ്ചർ ആണ്. ഇറ്റ് ഈസ് ദി മിക്സ്ചർ ഓഫ് ഫെറൈറ്റ് ആൻഡ് സിമന്റേറ്റ്. ഇതതിന് കാണപ്പെടുന്ന വൈറ്റ് ഫെറൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് തിൻ പ്ലേറ്റ്സ് ഓഫ് സിമന്റേറ്റ്. ഓക്കെ, ഫെറൈറ്റിന്റെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സിമന്റേറ്റിന്റെ തിൻ പ്ലേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് അപ്പിയേഴ്സ് ആസ് ഫിംഗർ പ്രിന്റ്. ഫിംഗർ പ്രിന്റ് പോലെയല്ല കാണുന്നത്. സോ ഫിംഗർ പ്രിന്റ് ഷേപ്പിൽ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റിന്റെ ആ രീതിയിൽ കാണുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പെയർലൈറ്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ് പെയർലൈറ്റ്. ഓക്കെ, ഫിംഗർ പ്രിന്റ് പോലെ കാണപ്പെടുന്നത് പെയർലൈറ്റ് ആണ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് യൂടെക്റ്റോയ്ഡ് റിയാക്ഷൻ. എന്താണ് യൂടെക്റ്റോയ്ഡ് റിയാക്ഷൻ എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയും. യൂടെക്റ്റോയ്ഡ് റിയാക്ഷന്റെ ഫലമായിട്ടാണ് ഈ പെയർലൈറ്റ് ഉണ്ടാവുക. യൂടെക്റ്റോയ്ഡ് റിയാക്ഷൻ. ഇതിൽ ഉള്ള കാർബണിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 0.8 ആണ്. 0.8% കാർബൺ അറ്റ് 723 ഡിഗ്രി സെൽഷ്യസ്. ഇതെല്ലാം എന്താണെന്ന് നമ്മൾ ജസ്റ്റ് അയൺ കാർബൺ ഡയഗ്രാം വരുമ്പോൾ പറയൂട്ടോ.